ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ചെമ്പനീർ പൂവിൽ സച്ചി അതുപോലെ തന്നെ ചന്ദ്രയും കൂടിയിട്ട് ശ്രുതിയെ സൂത്രത്തിൽ ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ്. അവളാണെങ്കിൽ ആ സമയത്ത് സ്കാനിങ്ങിനൊക്കെ ഡോക്ടർ എഴുതി കൊടുക്കുമ്പോൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവളെ ഒരു ഫോണിൽ മെസ്സേജ് വന്നിട്ട് ഇങ്ങനെ അഭിനയിക്കുകയാണ്. മെസ്സേജ് വന്നതായിട്ട് തൻ്റെ ബ്യൂട്ടി പാർലർ വർക്ക് ചെയ്യുന്ന കുട്ടിയുടെ അമ്മ മരിച്ചു, അയ്യോ ആ ആൻറ്റിയുടെ ബോഡി എനിക്ക് കാണാൻ പോകണം, അരമണിക്കൂറിനുള്ളിൽ ബോഡി എടുക്കുന്നതാണ്. അവൾ ഇന്നലെ 2 പ്രാവശ്യം എന്നെ വിളിച്ചായിരുന്നു, പക്ഷെ ഞാൻ കേട്ടില്ല. മെസ്സേജും അയച്ചിട്ടുണ്ട്, എന്നിട്ടും ഞാൻ അറിഞ്ഞില്ല. ഗ്രൂപ്പിലൊക്കെ ഫോട്ടോ സഹിതം മെസ്സേജ് വന്നിട്ടുണ്ട്. എനിക്ക് ഇപ്പം തന്നെ പോകണമെന്ന് നമ്മുടെ ശ്രുതി പറഞ്ഞ് വാശി പിടിക്കുകയാണ്, കരയുന്നുമുണ്ട്. അപ്പോൾ ശ്രുതി നീ കരയില്ലേ എന്ന് പറയുന്നുണ്ട്. സച്ചി പറയുന്നുണ്ട്, എന്നാലേ ആ ഫോട്ടോ ഒന്ന് നോക്കട്ടെ, ഞാൻ അറിയുന്ന ആരെങ്കിലും ആണോ എന്ന് നോക്കട്ടെ എന്ന് പറയുമ്പോൾ സച്ചിക്കൊന്നും അറിയില്ല സച്ചി, നീ അത് നോക്കിയിട്ട് കാര്യമില്ല എന്ന് പറയണം. ഞാൻ എന്തായാലും പോയിട്ട് വരാമെന്നും പറഞ്ഞ് അവിടെ നിന്ന് അവൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ സച്ചി തടയുമ്പോൾ സച്ചിയെ തട്ടിയിട്ടിട്ട് അവൾ ഓടി പോവുകയാണ്. അങ്ങനെ ആ സമയത്ത് കൂടെ ചന്ദ്രയും അതുപോലെ സച്ചിയും കൂടി ഓടി ചെല്ലുന്നുണ്ട്. എന്നിട്ട് നിക്കടി അവിടെ എന്ന് പറയുകയാണ്. അപ്പോൾ ആ സമയം ഒരു കാര്യം സച്ചി പറയുന്നുണ്ട്, ഒരു കാര്യം എന്തായാലും പോകുമ്പോൾ നമുക്ക് ഒന്നിച്ചു പോകാം, എൻ്റെ കാറിൽ ഞങ്ങളും കൂടി വരാം. എന്തായാലും ബ്യൂട്ടി പാർലർ വർക്ക് ചെയ്യുന്ന പെൺകുട്ടിയുടെ അമ്മ എന്നല്ലേ പറഞ്ഞത്, അപ്പം പിന്നെ ഇവനും അമ്മയൊക്കെ വരുന്നത് നല്ലതല്ലേ എന്ന് പറയുന്നുണ്ട്. അത് ശരിയാണ്, എന്നാ വാ നമുക്ക് പോകാമെന്ന് ശ്രുതിയും പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി വീണ്ടും പെട്ടുപോവുകയാണ്. എന്തിനു നിങ്ങളൊക്കെ വരുന്നത്, അതൊന്നും കുഴപ്പമില്ല, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം, അതെന്താ ഞങ്ങൾ വന്നാൽ എന്ന് ചന്ദ്ര ചോദിക്കുകയാണ്. ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാടി കയറടി എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് നമ്മുടെ ശ്രുതിയെ കാറിൽ കയറ്റാൻ നിൽക്കുമ്പോൾ ശ്രുതി അവിടെ നിന്നും ഇറങ്ങിപ്പോരുകയാണ് കാറിൽ നിന്നും. അപ്പോൾ ആ സമയത്ത് ചന്ദ്ര അവളുടെ കരണം നോക്കി ഒന്ന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, എടി നീ ഞങ്ങളെ പറ്റിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എന്തിനാ അമ്മ ശ്രുതിയെ തല്ലിയത് എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, എടാ പൊട്ടാ, നിനക്ക് ഇതുവരെ മനസ്സിലായില്ലേ, അവള് ഗർഭിണിയൊന്നുമല്ല, അവൾ പറ്റിക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറ്റിക്കുകയായിരുന്നോ? ശ്രുതി ഒരിക്കലും അങ്ങനെയൊന്നും നുണ പറയില്ല എന്ന് പറയുന്നുണ്ട്. നുണ പറയില്ലെന്നോ, നീ അവളോട് തന്നെ ചോദിച്ചു നോക്ക്. അപ്പം ആ സമയത്ത് അതേടാ പൊട്ടാ, ഇവള് നുണ പറഞ്ഞതാ, നമ്മൾ ഇത്രയും നാൾ ഇവള് നുണ പറഞ്ഞ് പറ്റിച്ചു, ഇനിയും പറ്റിക്കാമെന്നാണ് ഇവള് വിചാരിച്ചത്, പക്ഷെ നടക്കില്ല മോളെ, നിന്നെ നല്ല രീതിയിൽ പഠിച്ചിട്ട് തന്നെയാണ് ഞാൻ നിൽക്കുന്നത് എന്ന് ചന്ദ്ര പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, സത്യമാണോ ശ്രുതി ഈ കേൾക്കുന്നത് എന്ന് പറയുമ്പോൾ അത് പിന്നെ ശ്രുതി എന്നോട് ക്ഷമിക്കണം, ഞാൻ അങ്ങനെ ഒരു നുണ പറഞ്ഞത് ശ്രുതിയുമായിട്ട് ജീവിക്കാനാണ്, എനിക്ക് ശ്രുതിയുമായി ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കരയുകയാണ്. ശ്രുതിക്ക് ദേഷ്യം വരുന്നുണ്ട്. ശ്രുതി എന്തായാലും അവിടെ ഉപേക്ഷിച്ചിട്ട് അവരുടെ ഒപ്പം തന്നെ പോവുകയാണ്. ശ്രുതിയെ പെട്ടിയൊക്കെ അവിടെ തന്നെ ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ പെട്ടിയുമായിട്ട് തിരികെ ചെല്ലുന്നു നമ്മുടെ മീരയുടെ അരികിലേക്ക്. മീര ചോദിക്കുന്നുണ്ട്, എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ നടന്ന കാര്യങ്ങളൊക്കെ തന്നെ പറയുകയാണ്. എന്തായാലും നീ നുണ പറഞ്ഞ് നിന്നെ കൈയോടുകൂടി പിടിച്ചു, ഇനി ആ വീട്ടിലോട്ട് കയറി ചെല്ലാൻ എളുപ്പമല്ല, ഞാനെല്ലാം വിട്ടു നിൽക്കുകയാണ്, ആ സച്ചിയാണ് ഇതിൻ്റെ പുറകിൽ, എന്തായാലും അവന് പൂട്ടാൻ കിട്ടുന്ന ഒരു ചാൻസ് ഞാൻ വെറുതെ കളയില്ല എന്ന് ശ്രുതി മീരയോട് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ തിരികെ വീട്ടിലേക്ക് ശ്രുതി ഇല്ലാതെ വരുന്ന കാണുമ്പോൾ രവീന്ദ്രനും അതുപോലെ നമ്മുടെ രേവതിയൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ നടന്ന കാര്യങ്ങളും അവരോട് പറയുന്നത് കേട്ടിട്ട് ഞെട്ടിപ്പോവുകയും ചെയ്യണം. എന്തായാലും ശ്രുതി ആണെങ്കിൽ നല്ല ദേഷ്യത്തിൽ തന്നെയാണ്, ഇനി ഒരിക്കലും താൻ അവളെ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞ് മുകളിലേക്ക് കയറി പോവുകയും ചെയ്യുന്നുണ്ട്. ചന്ദ്ര വിചാരിക്കുകയാണ്, എന്തായാലും അവൾ ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞത് എനിക്ക് ഭാഗ്യമായി, ഇനി എന്തായാലും അവളുമായിട്ട് ഇവനെ ഒന്നിക്കാൻ സമ്മതിക്കരുത്, അവളെ എൻ്റെ മോൻ്റെ ജീവിതത്തിൽ നടത്തി മാറ്റണം എന്ന് തന്നെയാണ് ചന്ദ്ര തീരുമാനിച്ച് അങ്ങനെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ ചേട്ടനീനിമാര് 3 പേരും ചേർന്നിട്ട് ടെറസിന്റെ മുകളിലിരുന്ന് മദ്യപിക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ സമയത്ത് ശ്രുതിക്ക് വിഷമം സഹിക്കാൻ പറ്റുന്നില്ല. ശ്രുതി പറയുന്നുണ്ട്, എന്തായാലും ഞാൻ അവളെ എത്രമാത്രം സ്നേഹിച്ചതാണ്, എന്നിട്ടും അവൾ എന്നിൽ നിന്ന് നുണ പറഞ്ഞില്ലേ, ഞാനൊരു കുഞ്ഞിനെ ലാളിക്കുന്നതായിട്ട് എത്ര വട്ടം സ്വപ്നം കണ്ടു, അതൊക്കെ അവൾ ഇല്ലാതാക്കിയില്ലേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ കരയുകയാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, നീ എന്തായാലും വിഷമിക്കാതിരിക്കും, ഇനി എന്തായാലും അമ്മ ഒരിക്കലും അവളെ വിശ്വസിക്കില്ല, അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യമായിട്ടുണ്ട് അവളെ എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ രേവതിയെ കാണിക്കുകയാണ്. അങ്ങനെ രേവതിയാണെങ്കിൽ ആ സമയം പൂ കൊടുക്കാൻ വേണ്ടി ഒരു കടയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. അപ്പൊ ആന്റണി ഇവളുടെ വണ്ടിയും ഇങ്ങനെ കൈവച്ച് നിൽക്കുകയാണ്. അപ്പോൾ രേവതി അത് കാണുന്നുണ്ട്. അപ്പൊ ആന്റണിയോട് പറയുന്നുണ്ട്, വണ്ടിയിൽ നിന്ന് കൈയെടുക്ക് എന്ന് പറയുകയാണ്. അപ്പൊ ഇല്ല എന്ന് പറയുന്നുണ്ട്. കൈയെടുത്തില്ലെങ്കിൽ നീ എന്ത് ചെയ്യും എന്നും ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് കൈയെടുക്കാനല്ലടാ പറഞ്ഞത് എന്നും പറഞ്ഞിട്ട് അങ്ങനെ അവന്റെ കരണക്കുറ്റി നോക്കി നമ്മുടെ രേവതി 2 എണ്ണം പൊട്ടിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ആന്റണിക്ക് രേവതിയോട് പക കൂടി നിൽക്കുകയാണ്. അതുപോലെ തന്നെ ശ്രുതിക്ക് സച്ചിയോടുമുള്ള പകയും കൂടി നിൽക്കുകയാണ്. ഇനി രണ്ടും കൂടി ചേർന്ന് ഇവരെ നശിപ്പിക്കാനുള്ള ഐഡിയകളൊക്കെ മെനഞ്ഞെടുക്കും. എന്തായാലും അതിനുശേഷം രേവതി വീട്ടിലേക്ക് തിരികെ എത്തുകയാണ്. അപ്പോൾ സച്ചിയോട് പറയുന്നുണ്ട്, ഞാൻ
വലിയൊരു തമാശ കഴിഞ്ഞിട്ടാണ് ഇപ്പം ഇങ്ങോട്ട് വരുന്നത് എന്ന് പറയുമ്പോൾ എന്താന്ന് ചോദിക്കുന്നുണ്ട്. അതെ, ഞാനിങ്ങനെ പൂ കൊടുക്കാൻ പോയി നിൽക്കുമ്പോൾ ആന്റണി എൻ്റെ വണ്ടിയിൽ കൈവച്ചു. അവൻ പിന്നെ എന്നെ ഓരോന്നും പറഞ്ഞ് എൻ്റെ പുറകെ വന്നപ്പോൾ അവൻ്റെ കരണക്കുറ്റി നോക്കി 2 ഞാൻ കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. എങ്ങനെയുണ്ട് എൻ്റെ തമാശ എന്ന് ചോദിച്ചിട്ട് അവൾ അകത്തോട്ട് പോവുകയാണ്. അപ്പോൾ അത് കേട്ട് സച്ചി ഞെട്ടി നിൽക്കുന്നുണ്ട്. സച്ചിക്ക് അറിയാം ഇതിൻ്റെ പിന്നിലെ ഉണ്ടാവാൻ പോകുന്ന ഭവിഷ്യത്തുകളും കാര്യങ്ങളും. ആന്റണി വെറുതെ ഇരിക്കില്ലെന്ന് അവനറിയാം. അവന് പേടിയായി. സച്ചി അങ്ങനെ രേവതി ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഭാഗമൊക്കെയാണ് എന്തായാലും അടുത്ത ആഴ്ചയിൽ നാളെ കാണാൻ പോകുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.